ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിനെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് പോർഷനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, എസെൻഷ്യൽസ് ഓഫ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിന് 3 എസെൻഷ്യൽസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് പൊസഷൻ ഓഫ് ഗുഡ്സ് ഈസ് ഡെലിവേർഡ് ബൈ ദ ഓണർ. ഓണർ എന്ത് ചെയ്യുന്നു? പൊസഷൻ ഓഫ് ഗുഡ്സ് എന്ത് ചെയ്യുന്നു? നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ആ കൊടുക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു? എഗ്രി ചെയ്യുന്നു. പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? തിരിച്ച് റിട്ടേൺ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അവർ പേ ചെയ്യും എന്നുള്ളൊരു ഉറപ്പ്. ഫസ്റ്റ് ഓൺ അതാണ്. ദെൻ രണ്ടാമത് പറയുന്നത് ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഈസ് ടു പാസ് ടു സച്ച് പേഴ്സൺ ഓൺ ദ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഓഫ് സച്ച് ഇൻസ്റ്റാൾമെൻറ്റ്. എന്ത് ചെയ്യുന്നു? ഏറ്റവും ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഓക്കെ. ദെൻ മൂന്നാമത്തത്, സച്ച് പേഴ്സൺ ഹാസ് എ റൈറ്റ് ടു ടെർമിനേറ്റ് ദ എഗ്രിമെൻറ്റ് അറ്റ് എനി ടൈം ബിഫോർ ദ പ്രോപ്പർട്ടി സോ പാസസ്. എന്ത് ചെയ്യുന്നു? എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും? ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് 3 എന്ത് ചെയ്യുന്നത്? ഹയർ പർച്ചേസിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് 3 എസെൻഷ്യൽ ആയിട്ടുള്ള ഇതാണ് പറയുന്നത്. എന്താക്കാൻ? ഒന്ന് പൊസഷൻ ഓഫ് ഗുഡ്സും അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ്, പീരിയോഡിക്കലായിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റ്. ദെൻ 2 പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് ദ ഗുഡ്സ് എന്ത് ചെയ്യുന്നു? നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, മൂന്നാമത്തേത് ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. ഓക്കെ. ഇത് 3 പറയുന്നത്. നെക്സ്റ്റ്, നമ്മുടെ ഹയർക്ക് ഉള്ള റൈറ്റാണ് പറയുന്നത്. ഒന്ന്, റൈറ്റ് ടു ടെർമിനേറ്റ് ദ എഗ്രിമെൻറ്റ് തന്നെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു അധികാരം ആർക്കുണ്ട്? ഹയർക്കുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 14 ദിവസത്തിന് ഒരു നോട്ടീസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? എനിക്ക് ഈ എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യാമെന്നുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എഗ്രിമെൻറ്റ് തന്നെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. 14 days നോട്ടീസ് വേണം ടു ദ ഓണർക്ക്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് റൈറ്റ് ടു പർച്ചേസ് ദ ഗുഡ്സ് പർച്ചേസ് ചെയ്യാനുള്ളത്. ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചടച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കാശൊക്കെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിക്കുന്നു ആ ഗുഡ്സ് തന്നെ നമുക്കൊന്ന് മൊത്തത്തിൽ വാങ്ങിക്കാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിലും ശരി, 14 days ഒരു നോട്ടീസ് കൊടുക്കുക. ഡേയ്സിൻ്റെ ഒരു നോട്ടീസ് കൊടുത്തിട്ട് എനിക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ അതിന് കുറച്ച് റിബേറ്റിൻ്റെ കാൽക്കുലേഷനൊക്കെ ഉണ്ട്. ഓക്കെ. ദെൻ അടുത്ത് മൂന്നാമത് പറയുന്നതാണ് റൈറ്റ് ടു റിസീവ് ദ സ്റ്റേറ്റ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ ഷോയിങ് ദ എമൗണ്ട് പെയ്ഡ്, എത്രയാണ് ഞാൻ പേ ചെയ്തത്, അതുപോലെ തന്നെ ഇനി എത്രയാണ് പേയബിൾ ആയിട്ടുള്ളത്, ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റിസീവ് ചെയ്യാനുള്ള അധികാരവും എനിക്കുണ്ട്. ദെൻ ഫോർത്ത് പറയുന്ന റൈറ്റ് ടു റിസീവ് നോട്ടീസ്. എന്ന് പറഞ്ഞാൽ റിട്ടേൺ ആയിട്ടുള്ള ടെർമിനേഷന് തൊട്ട് മുമ്പേ റിട്ടേൺ ആയിട്ടുള്ള ഒരു നോട്ടീസ് റിസീവ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ ഹയർക്കുണ്ട്. ഇനി റൈറ്റ് ടു ഗെറ്റ് ബാക്ക് ദ എക്സസ് പേയ്മെൻറ്റ്. ഇനി ഞാൻ അത് കൂടുതൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു? അത് തിരിച്ചു കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്? ഹയർക്കുണ്ട്. ദെൻ കോർട്ട്സ് പെർമിഷൻ ടു റെസ്പോസസ് എന്ന് പറയുമ്പോൾ പറയുന്ന ഒരു 3 കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? റൈറ്റ് ടു റിസ്പോസ് ദ ഗുഡ്സ് വിൽ നോട്ട് എക്സിസ്റ്റ് അൺലെസ് ഈസ് സാങ്ഷൻഡ് ബൈ ദ കോർട്ടിൻ്റെ ഓർഡർ അനുസരിച്ച്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വേർ ദ ഹയർ പർച്ചേസ് ഈസ് ലെസ് ദാൻ 15,000 അല്ലെങ്കിൽ 1/2 ഓഫ് ദ പ്രൈസ് ഈസ് പെയ്ഡ്. അങ്ങനെയുള്ള കണ്ടീഷൻ. 15,000 രൂപയുടെ താഴെയുള്ള ഗുഡ്സോ അല്ലെങ്കിൽ 1/2 ഞാൻ പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ. ദെൻ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇൻ അതർ കേസസ് വേർ ദ 3/4 ഓഫ് ദ ഹയർ പർച്ചേസ് പ്രൈസ് ഹാസ് ബീൻ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതിനടുത്ത് മോട്ടോർ വെഹിക്കിളിലാണെങ്കിൽ ഹയർ പർച്ചേസ് ലെസ് ദാൻ 5,000 അല്ലെങ്കിൽ 1/2 ഓഫ് പെയ്ഡ് അല്ലെങ്കിൽ 3/4. അങ്ങനെയുള്ള 3 കണ്ടീഷൻസാണ് പറയുന്നത്. ഓക്കെ. ഇതൊക്കെയാണ് ആരുടെ റൈറ്റ്? ഹയറിൻ്റെ റൈറ്റ്. നെക്സ്റ്റ് നമ്മൾ ഓണറിൻ്റെ റൈറ്റിലോട്ടാണ് പോകുന്നത്. ഓക്കെ. ഓണറിൻ്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് ടു റീറ്റെയിൻ ദ എമൗണ്ട് റിസീവ്ഡ്. എമൗണ്ട് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നുണ്ട്, നമ്മൾ ഓണർഷിപ്പ് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടുള്ള എമൗണ്ട് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഓണർഷിപ്പിന് യഥാർത്ഥ ഉണ്ട്.
അടുത്ത റൈറ്റ് ടു റിക്കവർ അരിയേഴ്സ്. ഇനി പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റിൽ എന്തെങ്കിലും അരിയേഴ്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? നമ്മളെ ഓണർക്കുണ്ട് അല്ലെങ്കിൽ വെണ്ടർക്കുണ്ട്. ഇനി റൈറ്റ് ടു റെസ്പോസ് ദ ഗുഡ്സ്. ഓൺ ഡിഫോൾട്ട് ഇൻ പേയിങ് എൻ ഇൻസ്റ്റാൾമെൻറ്റ് ഹി ഹാസ് ദ റൈറ്റ് ടു റെസ്പോസ് ദ ഗുഡ്സ്. ഓക്കെ, അങ്ങനെ ഈ 3 റൈറ്റാണ് ആർക്കുള്ള? ഓണർക്ക് അല്ലെങ്കിൽ വെണ്ടർക്കുള്ളത്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെന്ന് പറയുമ്പോൾ ഒരുപാട് ഹയർ പർച്ചേസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട്, നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് എന്താണ് ഹയർ പർച്ചേസ് കമ്പനീസുമായിട്ട് എന്താണ് മിങ്കിൾ ചെയ്തിട്ട് ഇഷ്ടംപോലെ നമ്മുടെ ഇത് സ്പെഷ്യലൈസ്ഡ് ഇൻ എന്താണ് ഹയർ പർച്ചേസ് ഫിനാൻസ് ഇൻ ഇന്ത്യാസാണ് കോമൺലി. അങ്ങനെ ഒരുപാട് എന്താണ് നമ്മുടെ ഫിനാൻസ് സെക്ടർ, ഇന്ത്യയുടെ ഫിനാൻസ് സെക്ടറിലെ ഒരു ഭാഗമായിട്ട്, ഒരു മേജർ പോർഷനായിട്ട് തന്നെ എന്താണ് ഇത് ഹയർ പർച്ചേസ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഹയർ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്ന ടോപ്പിക് ഇറ്റ്സ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. എന്താണ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം? നമ്മൾ കേൾക്കുമ്പോൾ തോന്നും എന്താണ് ഹയർ പർച്ചേസിൻ്റെ ഒരു ഇതുപോലെ തോന്നും, പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്ക് നോക്കാം. ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് ഔട്ട്റൈറ്റ് പർച്ചേസ് വിത്ത് ഫെസിലിറ്റി ടു പേ ദ പ്രൈസ് ഇൻ സർട്ടൺ ഇൻസ്റ്റാൾമെൻറ്റ് ഇൻ ഫ്യൂച്ചർ ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് എഗ്രീഡ് റേറ്റ്. എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ് എന്ത് ചെയ്യും? പാസസ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ ഇമ്മീഡിയറ്റ്ലി ഓൺ സൈനിങ് ദ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് സൈൻ ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു? സെല്ലറിൻ്റെ നിന്ന് ബയറിലോട്ട് എന്ത് ചെയ്യുന്നു? ഇത് എന്ത് ചെയ്യും? പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗുഡ്സ് എന്ത് ചെയ്യും? ആ ടൈറ്റിൽ മാറും. പക്ഷേ എന്താണ് അവർ ഇൻട്രസ്റ്റ് ഫ്യൂച്ചറിൽ ആ ഇൻട്രസ്റ്റ് പേ ചെയ്തതനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കറക്റ്റ് മാറൂ. എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊരു ഫോണോ അല്ലെങ്കിൽ ഒരു ടി വിയോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചു. അതിൽ പൊസിഷനും ടൈറ്റിലും എല്ലാം നമ്മുടെ ഓട്ട് മാറി. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ആ ഗുഡ്സിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചുകൊണ്ടേയിരിക്കും. അതാണ് ശരിക്കും. ഓക്കെ, ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇതിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഈസ് ദാറ്റ് ഓഫ് ബയർ ആൻഡ് സെല്ലർ എന്നുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് ഇതിൽ പറയുന്നത്. ബയർ ആൻഡ് സെല്ലർ. ദെൻ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് എ കോൺട്രാക്ട് ഓഫ് സെയിലാണ്. പിന്നെ ബയർ ക്യാൻ ഡിസ്പോസ് ഓഫ് ദ ഗുഡ്സ് ആസ് ആൻഡ് വെൻ ഹി ലൈക്സ്. എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഡിസ്പോസ് ചെയ്യാം ബയറിന്. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, ട്രാൻസ്ഫർ ഓഫ് ദ ടൈറ്റിൽ ഇൻ ദ ഗുഡ്സ്. എപ്പോഴാണോ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നത് അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? ഗുഡ്സിൻ്റെ ടൈറ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അടുത്ത് ബിയറിംഗ് ഓഫ് ലോസസ്. അണ്ടർ ദ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം ആണെങ്കിൽ എന്താണ്? ബയർ ബിക്കംസ് ദ ഓണർ ഓൺ സൈനിങ് ഓഫ് ദ കോൺട്രാക്ട്. അപ്പോൾ എനി ലോസസ് വിൽ ഹാവ് ടു ബോൺ ബൈ ദ ആരാണ്? ബയറാണ്. അതിൽ എന്ത് ലോസ് ഉണ്ടായാലും ബയറാണ് അതിൻ്റെ ഉത്തരവാദി. ദെൻ കോൺസിക്വൻസ് ഓഫ് ഡിഫോൾട്ട് പേയ്മെൻറ്റ്. നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുത്തിരിക്കുക. അപ്പം കോൺസിക്വൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്താണ് സെല്ലറിന് തിരിച്ച് ഗുഡ്സ് എടുക്കാനുള്ള ഇതില്ല. പക്ഷേ എന്താണ് കേസ്, കോടതി അങ്ങനെയൊക്കെ പോകേണ്ടി വരും. ബാലൻസ് എമൗണ്ട് പേ ചെയ്യാതിരുന്നാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കേണ്ടി വരും. ദെൻ അടുത്ത ടെർമിനേഷൻ ഓഫ് എഗ്രിമെൻറ്റ്. ബയറിന് ഒരിക്കലും എന്താണ് എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹി ഹാസ് ടു മേക്ക് പേയ്മെൻറ്റ് ഫോർ ദ എമൗണ്ട് ഡ്യൂ. എന്താണ്? അദ്ദേഹത്തിന് എമൗണ്ട് ഫുള്ളും പേ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അപ്പം ഹയർ പർച്ചേസിലാണെങ്കിൽ എന്തുവാണ്? അത് കണ്ടീഷൻസ് വെച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഗുഡ്സ് എന്ത് ചെയ്യുന്നു? ഹയർ ഇതെന്താണ് പാസ് ചെയ്യുന്നു, ഗുഡ്സ് പാസ് ചെയ്യുന്നു. പക്ഷെ ടൈറ്റിൽ എന്ത് ചെയ്യുന്നില്ല? ഓണർഷിപ്പ് ഒരിക്കലും പാസ് ചെയ്യുന്നില്ല. ഓക്കെ, ഓണർഷിപ്പ് എന്ത് ചെയ്യുന്നു? ഒരിക്കലും പാസ് ചെയ്യുന്നില്ല. ഇത് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത് അവസാനം നമുക്ക് എന്ത് ചെയ്യുന്നു? അത് ടൈറ്റിൽ നമുക്ക് കിട്ടുകയാണ്. പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ അങ്ങനെയല്ല. അതിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എന്ത് ചെയ്യുന്നു? ഇപ്പം ഒരു സെല്ലർ ബയറിന് കൊടുക്കുന്നത് പോലെ എന്ത് ചെയ്യുന്നു? നമുക്ക് ഓണർഷിപ്പ് ഫുള്ളും ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഹയർ പർച്ചേസിൽ 2 പേരുണ്ട്. ഒന്ന് ആരാണ്? ഹയർ പർച്ചേസറും ഹയർ വെൻഡറുമാണ്. മറ്റതിലാണെങ്കിലോ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ ബയറും സെല്ലറുമാണ്. ഒരു ബയർ സെല്ലർ റിലേഷൻഷിപ്സാണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിച്ച എന്തൊക്കെയാണ്? ഹയർ പർച്ചേസും ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽസും അതിൻ്റെ ഡിഫറൻസൊക്കെ നോക്കിയിട്ടുണ്ട്.
താങ്ക് യു.